ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് 56,600 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത് 120 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് ഒരു 819.85 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ഒരു 820 വേണമെങ്കിൽ പറയാം. ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അഗെയിൻ മാർക്കറ്റ് നെഗറ്റീവിലോട്ട് വന്നിട്ടുണ്ട്. റിസ്ക് എടുക്കേണ്ട, നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വച്ചേക്കാം. എന്നിട്ട് ഞാൻ ട്രേഡിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻട്രി എവിടെ എടുത്തത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വച്ചേക്കണതെന്ന്. നമുക്ക് കിട്ടിയത് 819.85 അപ്പോൾ 802 ട്രിഗർ വന്നിട്ട് 803 റൈറ്റ് 802 803 റൈറ്റ് 802 803 ഇപ്പോൾ ഒരു 900 വരെ ലോസ് കാണിച്ചായിരുന്നു. ഓക്കെ ഫൈൻ, ഇതാണ് നമ്മളുടെ ഒരു എൻട്രി പോയിൻ്റ്. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ 2 ക്യാൻഡിൽ മുന്നേ ഉള്ള ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ഓർഡർ ബുക്കും കൂടെ കാണിച്ചു തരാം. ഓക്കെ ഫൈൻ, ഒന്ന് കൺഫേം ചെയ്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടല്ലോ എന്ന്, പ്ലേസ് ആയിട്ടുണ്ടല്ലോ എന്ന്. ഫൈൻ, ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നിലത്തെ ആ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഈ റിജക്ഷൻ ഫേസ് ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്ക് ഫേവറായിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ഫോം ആയതായിരുന്നു. അതാണിപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറിയത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇതിപ്പം ആക്ച്വലി ഓപ്ഷൻ ബയേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇന്നിപ്പോൾ ഇന്നും കൂടെ ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി 3 ഡേയ്സ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാം. കാരണം കണ്ടിന്യൂസ്ലി അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കണ്ടിന്യൂസ് ലോസ് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി 1 ലോട്ടോ 2 ലോട്ടോ കുറച്ചിട്ട് ചെറിയൊരു ലോട്ടിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് വരുമ്പം മാർക്കറ്റിനനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൺഡേ നമുക്ക് ലോസ് ആയിരുന്നു. ട്യൂസ്ഡേ ഇന്നലെ എനിക്ക് ലോസ് ആയിരുന്നു. ഒരു 3000 ലോസ് ബുക്ക് ചെയ്തു. പക്ഷേ ഇന്നലത്തെ ലോസ് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്ട്രാറ്റജിയും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ വെള്ളമായിട്ട് വർക്ക് ചെയ്യുകയും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം തരുകയും ചെയ്തു. പക്ഷേ ഞാൻ വേറൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു റിവേഴ്സൽ ട്രേഡ് വേണ്ടി അപ്ലൈ ചെയ്തു. അത് ഓക്കെ ഫൈൻ, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അഗെയിൻ ഇപ്പോൾ ഏതായാലും നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡിലോട്ട് വന്നു, ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, ഒരു ഇൻവേർട്ടഡ് ഹാമർ ഫോം ആയതിനു ശേഷം അതിൻ്റെ ഹൈയെ മാർക്കറ്റ് ഇൻവേർട്ടറിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ താഴത്തോട്ട് ട്രേഡ് എടുക്കുന്നത്. സോ അതിൻ്റെ ഹൈയെ മാർക്കറ്റ് മേലിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. അത്യാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു ഓവറോൾ 2000 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് അടുത്ത ഒരു ട്രേഡ് കാണുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഒരു പാറ്റേണും കൂടെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. ഓക്കെ ഫൈൻ, ജസ്റ്റ്
നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കാൻ ട്രേഡ് സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ ഞാൻ ഒരു റീ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം 120 ക്വാണ്ടിറ്റി. ഈ ഒരു ഹാമർ ക്യാൻഡിൽ അതിൻ്റെ ഹൈയെ ബ്രേക്ക്, അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്ത്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്, 30 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയയും തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടിയത് 816 അപ്പോൾ 30 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 15 പോയിൻറ്റ്സ് അല്ലേ, 15 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത്. സോ പ്രീമിയം വൈസ് നമുക്ക് അപ്പോൾ 15 അല്ലേ, 15 പോയിൻറ്റ്സ് ആകുമ്പോഴത്തേക്കും പ്രൈസ് വന്നിട്ട് 800 ട്രിഗർ വന്നിട്ട് 801 വച്ചേക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫൈൻ റൈറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് എൻട്രി എടുത്ത്. നമ്മൾ എൻട്രി എടുത്ത് വെച്ചിട്ടാണ് 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 15 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 30 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു നല്ല പ്ലേസാണ് ഒരു എൻട്രിയുടെ എന്ന് വിചാരിക്കുന്നു. കാരണം സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം മിനി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാനുള്ള ഇത് തോന്നുന്നുണ്ട്. നോക്കാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഇത് ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ട്രേഡേഴ്സ് ഇന്നിപ്പം 3ാമത്തെ ദിവസം കണ്ടിന്യൂസ് ലോസ് ബുക്കിങ്ങിൻ്റെ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റ് എടുത്തതെന്ന് തോന്നുന്നു. ഇപ്പോൾ ബയേഴ്സിൻ്റെ അല്ല, വളരെ സെല്ലേഴ്സിന് ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ ഫേവറായിട്ടുള്ളൊരു മാർക്കറ്റാണ്. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ അറിയില്ലല്ലോ ഏത് ദിവസമാണ് ചേഞ്ച് ആവുക. നമ്മളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യുക, നമ്മളുടെ എക്സാക്ട്ലി നമ്മുടെ പോയിന്റിൽ ട്രേഡ് എടുക്കുക. ഉറപ്പായിട്ട് വേറെ എന്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ആ സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ വെച്ചിട്ട്, മൈൻഡിൽ വെച്ചിട്ടല്ല. ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ ഇപ്പോൾ ട്രേഡേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അത്രയും കൺട്രോളുണ്ട്, മാർക്കറ്റ് എനിക്ക് എഗനിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം മാർക്കറ്റിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങും ആ ഏരിയ വരുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ചാണ് ഞാൻ പറയണത്, നമ്മൾ ഇറങ്ങില്ല. ഇച്ചിരിയും കൂടെ വരട്ടെ, ഇച്ചിരിയും കൂടെ നോക്കാം. 500 രൂപയുടെ ലോസല്ലേ, 1000 രൂപയുടെ ലോസല്ലേ, 2000 ആകുമ്പോൾ ഇറങ്ങാം, 3000 ഇറങ്ങും. ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസ് നമ്മളതിന് സമ്മതിക്കില്ല. സോ അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വർക്ക് ചെയ്യുക. ചിലപ്പോൾ ഈ വീക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ലോസ് ആയിരിക്കും. അപ്പം എന്നാലും ആ ലോസിനെ നമുക്ക് നമ്മളുടെ ഒരു കൈപ്പിടി ഒതുക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഒതുക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മളുടെ പ്ലേസ് ചെയ്തിരിക്കണം. സോ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ലോസ് വച്ചതിന് ശേഷം മാത്രം ട്രേഡിൽ എൻട്രി എടുക്കുക. ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇന്നില്ല നാളെ എടുക്കാം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ഇല്ല മറ്റന്നാൾ എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസിനെ കൊടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 2000 രൂപ 3000 രൂപ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഞാനൊരു 7000 വരെയൊക്കെ ഞാൻ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ചില ദിവസങ്ങളിൽ 10,000 ആണെങ്കിൽ എനിക്ക് പ്രശ്നം, കാരണം കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വന്നതിന് ശേഷമാണെന്നുണ്ട്. അല്ല ഇപ്പോൾ 3 ദിവസമായിട്ട് ലോസ് ആണെങ്കിൽ പിന്നെ നാളെ ഞാൻ അത്രയും വലിയൊരു ടാർഗറ്റോ അത്രയും വലിയ ക്വാണ്ടിറ്റിയും അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഞാനതാ പറഞ്ഞത്, എക്സാക്ട്ലി എനിക്ക് തോന്നി നല്ലൊരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഏതായാലും ഇനിയിപ്പോൾ വീഡിയോ വലുതായി പോകും. ഞാൻ ഒന്ന് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ.
ട്രേഡേഴ്സ് അടുത്ത ട്രേഡിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ട്രേഡാണ് എടുത്തത്, രണ്ടിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ നാളെ എടുക്കുന്ന ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.